മാലിദ്വീപിലെ ആകാശം പതുക്കെ കറുത്ത പട്ടുടു പണിയാൻ തുടങ്ങിയിരുന്നു. പകൽ മുഴുവൻ സ്വർണ്ണ നിറത്തിൽ തിളങ്ങി നിന്ന നീലക്കടൽ ഇപ്പോൾ ഇരുണ്ട നീല നിറത്തിലേക്ക് വഴിമാറിയിരിക്കുന്നു. വാട്ടർവെല്ലിയുടെ തൂണുകളിൽ വന്നടിക്കുന്ന തിരമാലകളുടെ ശബ്ദം മുറിക്കുള്ളിലേക്ക് അല്പം ഉച്ചത്തിൽ തന്നെ കേൾക്കാമായിരുന്നു. നഗരത്തിലെ വാഹനങ്ങളുടെ ഹോൺ ശബ്ദമോ ആളുകളുടെ ബഹളങ്ങളോ ഇല്ലാത്ത പ്രകൃതിയുടെ മാത്രം ശബ്ദമുള്ള ഒരു പ്രത്യേക ലോകം. വില്ല നമ്പർ 204 അകത്ത് അപ്പോഴും നേർത്തൊരു അസ്വസ്ഥത പുകയുന്നുണ്ടായിരുന്നു. വില്ലയിലെ ആഡംബര വിളക്കുകളുടെ മഞ്ഞ വെളിച്ചം മുറിയിലാകെ പരന്നു. എയർ കണ്ടീഷണറിന്റെ നേർത്ത തണുപ്പ് അടിക്കുമ്പോഴും അല്ലിയുടെ നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ പൊടിയുന്നുണ്ടായിരുന്നു. അവൾ തൻ്റെ കയ്യിലെ ചെറിയ ബാഗ് തുറന്ന് വസ്ത്രങ്ങൾ ഓരോന്നായി അലമാരയിലേക്ക് എടുത്തു വയ്ക്കാൻ തുടങ്ങി. അങ്ങനെ ചെയ്യുമ്പോൾ തൻ്റെ കൈകൾ വിറയ്ക്കാതിരിക്കാൻ അവൾ പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു. മുറിയുടെ ഒരറ്റത്തുള്ള ഗ്ലാസ് മേശയ്ക്ക് മുന്നിലിരുന്ന് ആയുഷ് തൻ്റെ ഫോണിൽ നാട്ടിലെ ബിസിനസ് മെയിലുകൾ പരിശോധിക്കുകയായിരുന്നു. എന്നാൽ അവൻ്റെ ശ്രദ്ധ മുഴുവൻ അലമാരയ്ക്ക് മുന്നിൽ നിൽക്കുന്ന അല്ലിയിലായിരുന്നു. വസ്ത്രങ്ങൾ വയ്ക്കുന്നതിനിടയിൽ അവൾ നീളമുള്ള തൻ്റെ മുടിയിഴകൾ പതുക്കെ പുറകിലേക്ക് ഒതുക്കി വയ്ക്കുന്നത് അവൻ കണ്ടു. നാട്ടിൽ വെച്ച് അല്ലിയെക്കുറിച്ച് അവൻ കേട്ടിട്ടുള്ളത് വളരെ കർക്കശക്കാരിയായ ഒരു അധ്യാപികയാണ് എന്നാണ്. എപ്പോഴും പുസ്തകങ്ങളും കോളേജ് കാര്യങ്ങളുമായി നടക്കുന്ന പ്രകൃതം. എന്നാൽ ഇവിടെ ഈ അന്തരീക്ഷത്തിൽ അവൾ വല്ലാതെ ഭയന്നു പോയിട്ടുണ്ടെന്ന് ആയുഷിന് മനസ്സിലായി. അല്ലി, ആയുഷ് പതുക്കെ തൻ്റെ ഫോൺ മേശപ്പുറത്ത് വെച്ചുകൊണ്ട് വിളിച്ചു. അല്ലി പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അവളുടെ കണ്ണുകളിൽ ഒരു കാട്ടുമുയലിൻ്റെ ജാഗ്രതയുണ്ടായിരുന്നു. എന്താ ആയുഷ്? നീ കുറേ സമയമായി ആ ബാഗും പിടിച്ചിരിക്കുന്നു. യാത്രയുടെ ക്ഷീണം കാണാനുണ്ട്. പോയി ഒന്ന് ഫ്രഷ് ആകും. വസ്ത്രം മാറിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്തുപോയി ഭക്ഷണം കഴിക്കാം. ഈ പാക്കേജിൻ്റെ കൂടെ രാത്രിയിലെ ഡിന്നർ കൂടി ഉൾപ്പെട്ടിട്ടുള്ളതാണ്. ആയുഷ് തികച്ചും ഔപചാരികമായി പറഞ്ഞു. എനിക്ക് വിശപ്പില്ല ആയുഷ്. ഞാനിവിടെ ഇരുന്നോളാം. ആയുഷ് പോയി കഴിച്ചോളൂ. അല്ലി താല്പര്യമില്ലാത്ത മട്ടിൽ മറുപടി നൽകി. ആയുഷ് കസേരയിൽ നിന്നും എഴുന്നേറ്റ് അവിടെ അരികിലേക്ക് നടന്നു വന്നു. അവൻ അടുത്തെത്തിയപ്പോൾ അല്ലി പതുക്കെ ഒരടി പുറകോട്ട് മാറി. ആയുഷിന്റെ മുഖത്ത് നേർത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. അല്ലി, നമ്മളിവിടെ വന്നിറങ്ങിയിട്ട് മണിക്കൂറുകളായി. നീ ഒരക്ഷരം പോലും എന്നോട് സംസാരിച്ചിട്ടില്ല. എനിക്ക് മനസ്സിലാകും നീ വിചാരിച്ചൊരു സാഹചര്യമല്ല ഇത്. പക്ഷേ നമ്മൾ ഈ 3 ദിവസം ഇവിടെ ഒന്നിച്ച് കഴിഞ്ഞേ തീരൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അപരിചിതനായ പുരുഷന്റെ കൂടെയുള്ളതിൻ്റെ യാതൊരു ഭയവും നിനക്കിവിടെ വേണ്ട. എനിക്ക് നിന്റെ അനിയത്തി ആനി എൻ്റെ സ്വന്തം അനിയത്തി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നീ എനിക്ക് ആരാണെന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് വിയോജിപ്പുകളെല്ലാം മാറ്റിവെച്ച് ഒന്ന് ഫ്രഷ് ആകൂ. നമുക്ക് പുറത്തുപോയി കുറച്ച് കാറ്റ് കൊള്ളാം. ആയുഷിന്റെ ശബ്ദത്തിൽ വലിയൊരു ആശ്വാസമുണ്ടായിരുന്നു. ആയുഷ് ഇത്രയും സംസാരിക്കുമെന്ന് അല്ലി വിചാരിച്ചിരുന്നില്ല. അവൻ്റെ വാക്കുകളിലെ ആ പക്വത അവളുടെ മനസ്സിലെ ഭയത്തിൻ്റെ കാഠിന്യത്തെ കുറച്ചൊന്നു കുറച്ചു. അവൾ പതുക്കെ തലയാട്ടി തൻ്റെ വസ്ത്രങ്ങളും എടുത്ത് ബാത്റൂമിലേക്ക് നടന്നു. വില്ലയിലെ ബാത്റൂം പോലും ഒരത്ഭുതമായിരുന്നു. അതിൻ്റെ ഒരു വശത്തെ ഭിത്തി പൂർണ്ണമായും ഗ്ലാസ് കൊണ്ടുള്ളതായിരുന്നു. അതിലൂടെ നോക്കിയാൽ പുറത്തെ ഇരുണ്ട കടൽ കാണാം. വവ്വാലുകൾ പറക്കുന്നത് പോലെ ഇരുട്ടിൽ ചെറിയ കടൽ പക്ഷികൾ പറന്നു പോകുന്നത് അല്ലി നോക്കി നിന്നു. ചൂടുവെള്ളത്തിൽ മുഖം കഴുകിയപ്പോൾ അവളുടെ ശരീരത്തിലെ യാത്രാക്ഷീണം പതുക്കെ ഉരുകിപ്പോകാൻ തുടങ്ങി. അവളൊരു ലളിതമായ നീലക്കുറുത്ത ധരിച്ച് പുറത്തേക്ക് വന്നു. ഈ സമയം ആയുഷും ഒരു ലൈറ്റ് കളർ ഷർട്ടും ട്രാക്ക് പാൻറ്റും ധരിച്ച് റെഡിയായി നിൽക്കുകയായിരുന്നു. അവർ രണ്ടുപേരും വില്ലയുടെ വാതിൽ പൂട്ടി പുറത്തേക്ക് ഇറങ്ങി. മരപ്പാലത്തിലൂടെ റിസോർട്ടിന്റെ പ്രധാന റെസ്റ്റോറൻറ്റിലേക്ക് നടക്കുമ്പോൾ ആകാശത്ത് നക്ഷത്രങ്ങൾ തെളിഞ്ഞു നിന്നിരുന്നു. പാലത്തിന് ഇരുവശത്തുമുള്ള ചെറിയ വിളക്കുകൾ വെള്ളത്തിലേക്ക് വെളിച്ചം വീഴ്ത്തുന്നുണ്ടായിരുന്നു. ആ വെളിച്ചത്തിൽ ചില വലിയ മീനുകൾ നീന്തിപ്പോകുന്നത് അല്ലി കൗതുകത്തോടെ നോക്കി. റെസ്റ്റോറൻറ്റ് കടലിനോട് ചേർന്ന് തന്നെയായിരുന്നു നിർമ്മിച്ചിരുന്നത്. മണൽ വിരിച്ച തറയും ഓലമേഞ്ഞ മേൽക്കൂരയും മേശപ്പുറത്ത് ചെറിയ മെഴുകുതിരികളും കത്തുന്നുണ്ടായിരുന്നു. വശങ്ങളിൽ ഹണിമൂണിന് വന്ന മറ്റ് പല വിദേശ ദമ്പതികളും ഇരിക്കുന്നുണ്ടായിരുന്നു.
അവർ പരസ്പരം കൈകൾ കോർത്ത് പിടിച്ചും ചിരിച്ചും സംസാരിച്ചും ആ രാത്രി ആസ്വദിക്കുകയായിരുന്നു. ജീവനക്കാരൻ ആയുഷിനെയും അല്ലിയെയും ഒരു പ്രത്യേക മേശയിലേക്ക് നയിച്ചു. ആ മേശയ്ക്ക് മുകളിൽ റോസാപ്പൂക്കൾ വിതറിയിട്ടുണ്ടായിരുന്നു. മിസ്റ്റർ നിഖിൽ ആൻഡ് മിസ്സിസ് അനാമിക, യുവർ സ്പെഷ്യൽ കാൻഡിൽ ലൈറ്റ് ഡിന്നർ ഈസ് റെഡി. വെയിറ്റർ പുഞ്ചിരിയോടെ പറഞ്ഞു. അല്ലി പെട്ടെന്ന് ആയുഷിന്റെ മുഖത്തേക്ക് നോക്കി. ആയുഷ് ഒട്ടും പരിഭ്രമിക്കാതെ വെയിറ്ററോട് താങ്ക് യു പറഞ്ഞു. വെയിറ്റർ പോയതിനു ശേഷം അല്ലി വല്ലാതെ അസ്വസ്ഥയായി. ആയുഷ്, അവൻ നമ്മളെ വീണ്ടും ആ പേരുകളാണ് വിളിച്ചത്. എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു കുറ്റബോധം തോന്നുന്നു. അല്ലി, ശാന്തമാക്. ആയിഷ മേശപ്പുറത്തിരുന്ന വെള്ളമെടുത്ത് ഒരു ഗ്ലാസ്സിലേക്ക് പകർന്ന് അവൾക്ക് നേരെ നീട്ടി. ഇത് റിസോർട്ടിലെ ജീവനക്കാരനാണ്. അവർക്ക് ബുക്കിംഗ് രേഖയിലെ പേരുകൾ മാത്രമേ അറിയൂ. നമ്മളിവിടെ വന്ന് ഞങ്ങൾ അവരല്ല എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സെക്യൂരിറ്റി പ്രശ്നമാകും. ചിലപ്പോൾ അവർ പോലീസിനെ പോലും വിളിച്ചേക്കാം. അതുകൊണ്ട് അവർ വിളിക്കുന്ന പേരുകൾ ഒരു അഭിനയമായി മാത്രം കാണുക. നമ്മുടെ മനസാക്ഷിക്ക് അറിയാമല്ലോ നമ്മൾ ആരാണെന്ന്. അതുകൊണ്ട് അതോർത്ത് വിഷമിക്കേണ്ട. ആയിഷിന്റെ ആ ചിന്ത ശരിയാണെന്ന് അല്ലിക്ക് തോന്നി. കാര്യങ്ങളെ ഇത്രയും ലളിതമായി കാണാൻ ആയിഷിന് എങ്ങനെ കഴിയുന്നു എന്ന് അവൾ അത്ഭുതപ്പെട്ടു. ഭക്ഷണം എത്തി. മാലിദേവിന്റെ പാരമ്പര്യ ശൈലിയുള്ള മീൻ വിഭവങ്ങളും കുറച്ച് റൈസും സാലഡുമായിരുന്നു അത്. വായുവിൽ കടൽ മത്സ്യത്തിന്റെ സുഗന്ധം കലർന്നിരുന്നു. അവർ രണ്ടുപേരും വളരെ പതുക്കെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അല്ലേ, നാട്ടിലെ കോളേജ് വിശേഷങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ലീവ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? മൗനം വെടിയിക്കാൻ വേണ്ടി ആയിഷ ചോദിച്ചു. ഇല്ല, അനിയത്തിയുടെ കല്യാണം ആയതുകൊണ്ട് ഒരാഴ്ചത്തെ ലീവ് നേരത്തെ എടുത്തിരുന്നു. കോളേജിലിപ്പോൾ പരീക്ഷകളുടെ തിരക്കൊക്കെ കഴിഞ്ഞ സമയമാണ്. അല്ലി പതുക്കെ മറുപടി നൽകി. ആയിഷിന്റെ ബാംഗ്ലൂരിലെ ജോലിയൊക്കെ എങ്ങനെയാണ്? എപ്പോഴും തിരക്കാണെന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. IT ഫിനാൻസ് അങ്ങനെയാണ് അല്ലി. പ്രൊജക്റ്റുകൾ സമയത്തിന് തീർക്കണം. ഉറക്കമില്ലാത്ത രാത്രികൾ ഒരുപാടാണ്. ഈ ബിസിനസ് യാത്രകളും മീറ്റിങ്ങുകളും കാരണം സ്വന്തം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പോലും സമയം കിട്ടാറില്ല. സത്യം പറഞ്ഞാൽ ഈ യാത്ര ഇങ്ങനൊരു സാഹചര്യത്തിലായിരുന്നെങ്കിലും എനിക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു റിലാക്സേഷനാണിത്. ആയിഷ ദൂരേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഭക്ഷണത്തിന് ശേഷം അവർ ബീച്ചിലൂടെ പതുക്കെ നടന്നു. കാലുകൾ വെള്ളമണലിൽ പൂണ്ടുപോകുന്നുണ്ടായിരുന്നു. തിരമാലകൾ വന്ന് അവരുടെ പാദങ്ങളിൽ തൊട്ടു മടങ്ങി. ആ തണുപ്പ് രണ്ടുപേരിലും ഒരു പുതിയ ഉണർവ് നൽകി. അല്പം മുമ്പ് വരെ ഉണ്ടായിരുന്ന ആ കടുത്ത അകലം പതുക്കെ കുറയുന്നതായി അല്ലിക്ക് തോന്നി. വില്ലയിൽ തിരിച്ചെത്തിയപ്പോൾ സമയം രാത്രി 11 മണിയായിരുന്നു. ഇനി വരാൻ പോകുന്നതാണ് ഏറ്റവും വലിയ പരീക്ഷണമെന്ന് രണ്ടുപേർക്കും അറിയാമായിരുന്നു. ആ ഒരൊറ്റ മുറിയിലെ രാത്രി. ആയിഷ അലമാരയിൽ നിന്നും ഒരു ചെറിയ തലയണയും ബെഡ്ഷീറ്റും എടുത്തു. എന്നിട്ട് ജനാലയ്ക്കരികിലുള്ള വലിയ സോഫയിലേക്ക് നടന്നു. അലി, നീ ഈ ബെഡിൽ കിടന്നോളൂ. ലൈറ്റുകളെല്ലാം ഞാൻ ഓഫ് ചെയ്യാം. ജനലിലൂടെ ഈ വരുന്ന ചെറിയ വെളിച്ചം മാത്രം മതിയാകുമെന്ന് തോന്നുന്നു. ആയിഷ സോഫയിലേക്ക് കിടന്നുകൊണ്ട് പറഞ്ഞു. ആയുഷ്, ആ സോഫയിൽ കിടന്ന നാളെ നിനക്ക് കടുത്ത പുറംവേദന വരും. വലിപ്പമുള്ള ബെഡാണിത്. നമുക്ക് അല്ലി പറഞ്ഞു തുടങ്ങിയെങ്കിലും പാതി വഴിയിൽ നിർത്തി. ആയിഷ ഇരുട്ടിലും അവളെ നോക്കി പതുക്കെ ചിരിച്ചു. വേണ്ടല്ലി, ഞാൻ ഇവിടെ കംഫർട്ടബിൾ ആണ്. നിന്റെ മനസ്സിൽ സമാധാനമാണ് എനിക്ക് പ്രധാനം. നീ ധൈര്യമായി കിടന്നോളൂ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അല്ലി പതുക്കെ ബെഡിലേക്ക് കിടന്നു. മുറിയിലാകെ കറുത്ത ഇരുട്ട് പടർന്നു. ഗ്ലാസ് ചാലകത്തിലൂടെ പുറത്തെ ചന്ദ്രന്റെ വെളിച്ചം വില്ലിയുടെ തറയിൽ വന്ന് വീഴുന്നുണ്ടായിരുന്നു. കടലിന്റെ ഇരമ്പൽ കേട്ടുകൊണ്ട് അല്ലി കണ്ണുകൾ അടച്ചു. തൊട്ടപ്പുറത്തെ സോഫയിൽ ആയിഷിന്റെ ശ്വാസതാളം അവൾക്ക് കേൾക്കാമായിരുന്നു. ഒരുപാട് ദൂരെയുള്ള തൻ്റെ വീടും ആശുപത്രിയിലെ അനിയത്തിയും തൻ്റെ മുന്നിൽ കിടക്കുന്ന ഈ അപരിചിതനായ മനുഷ്യനും എല്ലാം കൂടി അവളുടെ ചിന്തകളെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. എങ്കിലും ആയിഷിന്റെ സാന്നിധ്യം അവൾക്ക് വലിയൊരു സുരക്ഷിതത്വം നൽകുന്നുണ്ടായിരുന്നു. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ആ ആഴക്കടലിന്റെ സംഗീതത്തിൽ അല്ലി പതുക്കെ ഉറക്കത്തിലേക്ക് വീണു.
ഇത് നമ്മുടെ പുതിയ സ്റ്റോറിയുടെ 3ാമത്തെ പാർട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാൻ മറക്കരുത്. ഇപ്പോൾ ആരും കമൻ്റ് ഇടുന്നതൊന്നും ഞാൻ കാണുന്നില്ല. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്നൊന്ന് കമൻറ്റിലിട്ട് പോയിക്കൂടെ. പിന്നെ ലൈക്കും ഒരുപാട് പേര് കേൾക്കുന്നുണ്ട്, പക്ഷെ ലൈക്കൊന്നും എനിക്ക് കിട്ടുന്നില്ല കേട്ടോ. എന്നൊന്ന് സപ്പോർട്ട് ചെയ്താലല്ലേ എനിക്കും ഇതുപോലുള്ള സ്റ്റോറീസ് കൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ ഈ സ്റ്റോറീസൊക്കെ കേൾക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.